ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ കൃപാഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. പൈശാചിക പീഡകൾ, ബന്ധനങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലും ആത്മാവിലുമുള്ള അന്ധകാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യോഹന്നാൻ സുവിശേഷം 8:12 ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല, അവൻ്റെ ജീവൻ്റെ പ്രകാശം അവനുണ്ടായിരിക്കും. ഈശോയാണ് പ്രകാശം. ഈശോ വചനത്തെ സ്വീകരിക്കുക, കണ്ണും പൊട്ടി കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക. അതാണ് സംശയം കൂടാതെ ദൈവവചനം സ്വീകരിക്കുക. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴും ഈശോ പറഞ്ഞു, എന്നിൽ ഇടർച്ച ഉണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ദൈവവചനം കേൾക്കുമ്പോൾ അത് ദൈവത്തെ വിശ്വസിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ കർത്താവിൻ്റെ വചനം ദൈവത്തെ സ്വീകരിക്കാൻ പറ്റിയ. യോഹന്നാൻ 1:12 പറയുന്ന പോലെ, അവനെ സ്വീകരിച്ചവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. ലൂക്കാ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 30-31 അധ്യായത്തിൽ ധനവാനിൽ ആശ്രയ ഭൂമിയിൽ ധനവാൻ നരകാഗ്നി കടന്നുകൊണ്ട് അബ്രാഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ധനവാൻ പറഞ്ഞു, പിതാവേ അബ്രാഹമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവനും ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രാഹാം അവനോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാകുകയില്ല. അപ്പോൾ ഈ ദൈവവചനം വിശ്വസിക്കാത്ത വ്യക്തിയോട് വേറെ ആര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവത്തെ വിശ്വസിക്കുക. ഈ വചനം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ദൈവവചനമെല്ലാം ദൈവനിവേശിതമാണ്. ഇന്നച്ഛൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്ന വലിയൊരു വചനം, അത് കണ്ണും പൊട്ടി വിശ്വസിക്കാൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ലൂക്കാ 1:38 പറയുന്ന, കർത്താവിന് ദാസി, നിൻ്റെ വചനം പോലെ നിറവേറട്ടെ എന്നുള്ള ആ വചനം പരിശുദ്ധമ്മ പറയാം. അപ്പോൾ കണ്ണും പൊട്ടി അമ്മ ദൈവവചനത്തെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കണം. അതിൽ നിന്ന് മാറരുത്. ആര് പറഞ്ഞാലും ആ ദൈവവചനത്തിൽ നിന്ന് കണ്ടുപിടാൻ മാറും. നമുക്ക് തോന്നും പലതിനോടും ലോകാരൂപി കയറിയിട്ട് നമ്മളെയും കൊണ്ട് തെറ്റായ കൺഫ്യൂഷൻ ഉണ്ടാകും. ആ കൺഫ്യൂഷൻ ഒന്ന് മാറി ഉറച്ച തീരുമാനത്തോടെ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ ദൈവം നമ്മെ അനുവദിക്കട്ടെ. വെളിപാട് 14:1 മുതൽ വചനം, ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോട് കൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണുമിട്ടുന്നത് പോലെ സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കുവാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവിടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. അതാണ് ഈ കുഞ്ഞാടിനെ, ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ മിശിഹായെ അനുഗമിക്കുന്നത് നിഷ്കളങ്കരായ ആളുകളാണ്. നിഷ്കളങ്കത വേണം. ഇത് ലോകത്ത് നഷ്ടപ്പെടുന്ന നിഷ്കളങ്ക എല്ലാം വക്രതയാണ്. ഈ വക്രത മാറണം നമുക്ക്. അപ്പോൾ ഇവിടെ പറയാണ്, അപ്പോൾ ഇത് നിത്യതയിൽ ഇവിടെ യോഹന്നാൻ ശ്ലീഹ കാണുന്ന ദൈവിക ദർശനമാണ്, വെളിപാടാണ്. ആ വെളിപാട് കാണുന്ന ഏറ്റവും വലിയാണ് ഒരു സിയോൻ മലയുടെ മുകളിൽ കുഞ്ഞാട് നിൽക്കുന്നു. അതിനോട് ചേർന്ന് 144,000 പേര് നിൽക്കുന്നു. അവരൊരു ഗാനം ആലപിക്കുന്നു. വിശുദ്ധിയുള്ളവർക്ക് മാത്രമേ ആ ഗാനം ആലപിക്കാൻ പറ്റുന്നുള്ളൂ. അത് ബ്രഹ്മചാരികളാണ്. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്, വിശുദ്ധിയിലേക്ക് വന്നവരാണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവരും വിശുദ്ധിയിലൂടെ, ലോകത്തിൽ ചില കുറവുകൾ വന്നിട്ടുണ്ട്. വിശുദ്ധർക്ക് പോലും തിന്മയുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവർ യേശുവിനെ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതെല്ലാം ഉപേക്ഷിച്ച് അവർ ഈശോയുടെ പിന്നാലെ പോകുന്നു. വിശുദ്ധ ജീവൻ നയിക്കുന്നത് കാണാൻ പറ്റും. ആ വിശുദ്ധി നേടിയെടുക്കാൻ വേണ്ടി ഒരു പരിഹാരത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും നല്ല ജീവൻ നയിക്കുന്നത് കാണാൻ പറ്റും. അവർ ത്യാഗം എടുക്കുന്ന കാണാൻ, മുട്ടുമേന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ പറ്റും. വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടി. കാരണം അവർക്ക് കുഞ്ഞാടിനോട് കൂടെ 144,000 പേരോട് കൂടെ എണ്ണപ്പെടാൻ വേണ്ടി വിശുദ്ധ ജീവൻ നയിച്ച് വയ്ക്കുന്ന ആൾക്ക്. അപ്പോൾ ഫ്രാൻസിസ് പുണ്യവാളുടെ ചരിത്രം പഠിക്കുമ്പോഴും കുറവുകളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെല്ലാം ആ കഥയിൽ നിന്ന് അവർ ദൈവത്തെ അറിഞ്ഞപ്പോൾ അവർ വിശുദ്ധിയുടെ മാർഗത്തോട് വരികയാണ്. പരിവിന് വിശുദ്ധ ജീവിതം. അപ്പോഴാണ് അവർ കർത്താവിനെ കാണാൻ, അനുഭവിക്കാൻ എല്ലാം പറ്റും. വിശുദ്ധി പാലിച്ചപ്പോഴാണ്. വിശുദ്ധി പാലിക്കുന്നതിന് മുമ്പൊക്കെ ദൈവാനുഭവം അവർക്ക് കുറവാണ്. അവർക്ക് വിശുദ്ധി ഒരു അനുഭവത്തോട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ആ അനുഭവത്തിൽ ആഴപ്പെടാൻ സാധിക്കുന്നതും ഈശോയുമായിട്ട് ഐക്യപ്പെടാൻ അവർക്ക് വിശുദ്ധി പാലിച്ചപ്പോഴാണ്. വിശുദ്ധിക്ക് വേണ്ടി നമ്മളെപ്പോഴും പരിശ്രമം. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്. അവർ ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവിടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ഈ നാളുകളിൽ ലോകത്ത് തിന്മ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നിഷ്കളങ്കത ജീവിച്ചോണം. എങ്കിലേ തമ്പുരാൻ്റെ കൂടെ ആയിത്തീരാൻ പറ്റുള്ളൂ. നിത്യജീവിതം ലക്ഷ്യമാണ്. ഞാൻ ഈ ദിവസങ്ങളെല്ലാം പറയുന്നുണ്ട്, ലോകം മുഴുവൻ നേടിയാലും
നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? മനുഷ്യൻ ഓടി നടക്കുകയാണ് ഭയങ്കര ഓട്ടത്തിൽ, എന്തൊക്കെയോ നേടാൻ വേണ്ടി. അത് നേടി പേരും ഒരു വീടുണ്ടാക്കണം, വലിയ കാറ് മേടിക്കണം, വലിയ ജോലി നേടണം, പൊസിഷൻ. എല്ലാവർക്കും ഡോക്ടർമാരാണ്, എല്ലാവർക്കും എൻജിനീയേഴ്സാണ്, അതും ചെറുതൊന്നും പറ്റത്തില്ല, എല്ലാവർക്കും നേഴ്സുമാർ. അതിൽ ഏറ്റവും കൂടി പണം, ഏറ്റവും എല്ലാം മാസ്റ്റേഴ്സിൻ്റെ മുകളിൽ എന്തെങ്കിലും ആണ് നോക്കുക, ഡോക്ടറേറ്റ്. കഴിച്ചൊരു കൊച്ചിനെ ഒരിടത്ത് വെച്ച് കണ്ടപ്പോൾ ആ കുട്ടിയോട് മോളെന്ത് ഞാൻ സയൻറ്റിസ്റ്റാണ് തുടങ്ങിയപ്പോൾ ആ ഒരു പേര് പറയുമ്പോൾ ആ കൊച്ചിൻ്റെ ഉള്ളിൽ എന്തോ വലിയ ആയിത്തീർന്നു എന്നുള്ളത്. ഒന്നും ആയിട്ടില്ല, കൊച്ചിൻ്റെ ജീവിതം മുഴുവൻ തീർന്ന് തരിപ്പണമായി. അപ്പോൾ അതിന് ശേഷം പഠിക്കുമ്പോൾ ഇതിനെ തീരാനൊന്നുമില്ല, എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പക്ഷേ അത് അഭിമാനം കൊള്ളുകയാണ്. കാരണം ആത്മാവ് പോയി, ആത്മനാശം പോയി, പാപം എല്ലാം ചെയ്തു. ഞാൻ സയൻറ്റിസ്റ്റാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. അത് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഈശോയുമായിട്ടുള്ള ബന്ധമൊന്നുമില്ല, വലിയ സംഭവമാണ്. വേറെ കഴിഞ്ഞാലും വേറൊരുത്തും ഞാൻ ഐ ഹാവ് എ കമ്പനി, മൈ ഓൺ കമ്പനി. ഒരു സ്വന്തമായി വലിയൊരു കമ്പനിയുണ്ട്, കോടികളുടെ ആസ്തികളും ഭയങ്കര. പക്ഷേ പഠിക്കുമ്പോഴോ എല്ലാ തിന്മയുണ്ട്, വ്യഭിചാരവും മ്ലേച്ഛഭാവവും വെറുപ്പും 10 പ്രമാണവും ലംഘിച്ച് ദൈവവിശ്വാസമൊന്നുമില്ല, ഒരു സംഭവമില്ല, ദൈവബന്ധമൊന്നുമില്ല, പള്ളി പോകും പ്രാർത്ഥന സംസാരമൊന്നുമില്ല. ഇത് വലിയ സംഭവം. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? ഇവിടെ ഈ വെളിപാട് 14 ആ കുഞ്ഞാടിൻ്റെ കൂടെ 144,000 പേര് നിൽക്കുമ്പോൾ അവർ വിശുദ്ധി പാലിച്ചവരാണ്. അവരുടെ നാവിൽ കള്ളത്തരവില്ല. അവരെക്കുറിച്ച് പറഞ്ഞു, അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. അതാണ് വെളിപാടിൻ്റെ 14:5 പറയുന്നത്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അത് നിഷ്കളങ്കരാണ്. മധ്യാകാശത്തിൽ പറക്കുന്ന വേറെ ദൂതനെ ഞാൻ കണ്ടു. ഭൂമിയിലുള്ളവരോടും സകല ജനതകളോടും ഗോത്രങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളോടും വിളംബരം ചെയ്യാനുള്ളൊരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുക. എന്തെന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവുകളെയും സൃഷ്ടിച്ചവനെ ആരാധിക്കുവാൻ രണ്ടാമതൊരു ദൂതൻ വന്നു പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളിലെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. ഭോഗാസക്തി, ഭയങ്കര ഭോഗാസക്തി കൂടിക്കൊണ്ടിരിക്കുക. കാട്ടുമൃഗങ്ങളെ പോലെ അയക്കരുത്, അതിങ്ങനെ വിശപ്പ് കയറിയ നായ്ക്കളെ പോലെ ഓടി നടക്കുക, അലറിക്കൊടുക്കുക, അതിങ്ങനെ വിശപ്പിനോട് നടക്കുകയാണ്. അതാണ് ഈ 1 പത്രോസിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-9 വചനം പറയുന്ന പോലെ വളരെ, അതായത് നിങ്ങളുടെ ശത്രുവായ പിശാച് ആരെ വിഴുങ്ങണമെന്ന് നോക്കി നടക്കുകയാണ്. ഒരു ദിവസം ആരെയാണ് കെണിപ്പെടുത്തേണ്ടത്, ഏത് പെണ്ണിനെ, ഏത് ആണിനെ, ഏത് സെക്സ്, ഏത് ലോകം, ഇതോട് നടക്കുക. മക്കളൊക്കെ വലിയ സംഭവമാണ്, ആത്മരക്ഷയിലൊന്നുമില്ല. കാരണം ഈ കഴിഞ്ഞ നാളുകളൊരു അധ്യാപകൻ പറയുമായിരുന്നു, കുട്ടികളല്ല, അപ്പം കുട്ടികളുടെ പ്രശ്നത്തിലല്ല, കുട്ടികളല്ല പ്രശ്നക്കാർ, മാതാപിതാക്കളാണ്, അവരാണ് പ്രശ്നക്കാർ. അവർ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കുട്ടി വന്ന് കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛാ എനിക്ക് പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ 10th എക്സാമിന് ഒരെണ്ണത്തിന് വെച്ച് ബാക്കി എല്ലാത്തിനും A+ കിട്ടി. അപ്പോൾ ഒരെണ്ണത്തിന് നഷ്ടപ്പെട്ടതുകൊണ്ട് വീട്ടിൽ ഭയങ്കര വഴി. എന്നോട് വീട്ടുകാരും മിണ്ടുന്നില്ല, ദിവസങ്ങളോളമായി എന്നോട് സംസാരിക്കില്ല. ഒരു A+ കിട്ടാതെ എന്നോട് ഒപ്പം മിണ്ടുന്നില്ല. ഇതൊക്കെയാണ് ഇങ്ങനെ പോകുന്ന കുട്ടികൾ. കുറച്ച് കഴിയുമ്പോൾ വല്ലവൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ പിന്നെ ഈ ധ്യാന കേന്ദ്രത്തോടൊക്കെ തന്നെ കൊണ്ടുവരുന്നു. 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുക. നിങ്ങളത് ധ്യാനകേന്ദ്രം ആത്മരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. പൈശാചിക ശക്തികളുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടി വരുന്ന ആൾക്ക്. ഞങ്ങളുണ്ട് ആത്മരക്ഷയെ ആഗ്രഹിച്ചു വരുന്നവൻ്റെ ജീവിതത്തിലാണ് പൈശാചികത്തെ ബഹിഷ്കരിക്കുന്നത്. അല്ലാത്തതിൻ്റെ ജീവിതത്തിൽ പൈശാചികത്തെ ബഹിഷ്കരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആത്മരക്ഷ ഈശോയോട് നിത്യജീവിതത്തെ രക്ഷപ്പെടുത്തി ജീവിക്കുന്നതിന് വേണ്ടിയല്ലേ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ വിളി അതാണല്ലോ, എൻ്റെ ദൈവവിളി അതായിട്ടാണ് ഞാൻ കാണാറുള്ളത്. നിത്യജീവിതത്തെ രക്ഷപ്പെടുത്തി ജീവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. 1 യോഹന്നാൻ 1:1-2 വചനമുണ്ട്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെ പറ്റിയാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചത്. അതുവഴി നിങ്ങൾക്ക് ജീവനുണ്ടാകും. എല്ലാവരും നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി ജീവിക്കാൻ വേണ്ടിയാണ്, മറ്റൊന്നുമല്ല. സ്വർഗത്തിൻ്റെ ജീവിതം ഈശോയോട് കൂടെ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി, ഈശോയോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ പക്കൽ എത്താൻ വേണ്ടി, പരിശുദ്ധ അമ്മയോട് സകല മാലാഖമാരോടും കൂടിയുള്ള നിത്യജീവിതത്തെ കൊണ്ട്. അതാണ് ആത്മരക്ഷയുടെ. അതായത് ഭൗതികതയല്ല, അത് ഭൗതിക സുവിശേഷമല്ല, ഇത് സനാതന സുവിശേഷം എന്ന് പറയുമ്പോൾ നിത്യജീവൻ്റെ സുവിശേഷം. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുകയും. എന്നാൽ അവിടുത്തെ വിധിയുടെ സമയം വന്നു കഴിഞ്ഞു. ആകാശവും ഭൂമിയും സമുദ്രത്തെയും നീരുറവുകളെ സൃഷ്ടിച്ചവനെ ആരാധിക്കുവിൻ. രണ്ടാമതൊരു ദൂതൻ വന്ന് പറഞ്ഞു, മഹാബാബിലോൺ വീണുപോയി, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലം പതിച്ചു. മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ
മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞു, ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ അവൻ ദൈവകോപത്തിൻ്റെ പാത്രത്തിൽ അവിടുത്തെ ക്രോധത്തിൻ്റെ വീഞ്ഞ് കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. അവരുടെ പീഡനത്തിൻ്റെ പുക എന്നെന്നും ഉയർന്നുകൊണ്ടിരിക്കും. മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൽ ഒരാശ്വാസം ഉണ്ടായിരിക്കില്ല. ഇന്ന് പലരുണ്ട് ഇത്ര മേഖലയിൽ പോകുമ്പോൾ നമുക്കറിയാം, പണത്തിനു വേണ്ടി സുഖം, പണം, ലോകം മുഴുവൻ നേടാൻ വേണ്ടി പിശാചിനോട് പോലും കൂട്ടുകൂടും. ഏതിലേലും കാശ് കിട്ടിയാൽ ജോലി കിട്ടിയാൽ മതി. ചില ആൾക്കാർക്ക് എങ്ങനെയും കാര്യങ്ങൾ നടന്നാൽ മതി. കാര്യം നടന്ന് ആത്മരക്ഷയെക്കുറിച്ച് യാതൊരു വിചാരവുമില്ല. ആത്മരക്ഷയെക്കുറിച്ച് പഠിപ്പിക്കാൻ ആരും തന്നെയില്ല. എല്ലാവർക്കും ഈ ഭൗതിക രക്ഷ മാത്രം, എല്ലായിടത്തും ജോലി, ഇത്ത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ യൂറോപ്പിലായിരുന്നപ്പോൾ യൂറോപ്പിനായിരുന്ന ഒരു അച്ഛൻ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തെ വികാരിച്ചന് എന്നോട് പറയുമായിരുന്നു, യൂറോപ്പിനെ കുറിച്ച് പറയുമായിരുന്നു, യൂറോപ്പിൽ ഒരുപാട് സാമ്പത്തിക തകർച്ചകൾ വരാൻ പോകുന്നു, പ്രത്യേകിച്ച് നോർത്തേൺ യൂറോപ്പിന് പ്രത്യേകിച്ച് വരുന്നു പറഞ്ഞു. ബാക്കി എല്ലായിടത്തും ഭയങ്കരമായ ഒരു എങ്ങനെ അതുകൊണ്ട് പറയും, അവിടെ ഒരു ആത്മീയ മനുഷ്യൻ പറയുമായിരുന്നു അവരുടെ ഇടയിൽ, ഇങ്ങനെ വലിയൊരു അപകടം വരുന്നുണ്ട്, യൂറോപ്പിൽ ഭയങ്കര ദാരിദ്ര്യത്തിൽ, കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകും. അപ്പം അച്ഛൻ പറഞ്ഞു, ആ മനുഷ്യൻ പറഞ്ഞു ദർശനത്തിൻ്റെ ശൈലി എങ്ങനെയാണ് പറഞ്ഞത്, ദൈവം അദ്ദേഹത്തിന് പരിശുദ്ധ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം ഇങ്ങനെയാണ് പറയുന്നത്, ഐ വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു സോ ദാറ്റ് യു വിൽ കം ബാക്ക് ടു മീ. അതുകൊണ്ട് നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. അതായത് നിനക്ക് ഞാൻ തന്നതെല്ലാം ഞാൻ തിരിച്ചെടുക്കും, എങ്കിലേ നീ എൻ്റെ അടുക്കലേക്ക് വരുവുള്ളെന്ന് ദൈവം പറയുന്നുണ്ട്. ഞാൻ നിനക്ക് തന്നതെല്ലാം തിരിച്ചെടുക്കും ദൈവം പറയും. അതാണ് ജോബിനെ ദൈവം തൻ്റെ ഹൃദയത്തോട് ചാകാൻ വേണ്ടി അവന് കൊടുത്തെല്ലാം തിരിച്ചെടുക്കുന്നത്. ദൈവത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമ്പോൾ ഓർത്തോളൂ, തന്നതെല്ലാം തിരിച്ചെടുക്കും. മക്കളെ തിരിച്ചെടുത്ത് വരും, ജീവിത പങ്കാളി തിരിച്ചെടുത്ത് വരും, വസ്തുക്കൾ തിരിച്ചെടുത്ത് വരും, നേട്ടങ്ങളൊക്കെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടെന്നിരിക്കും, നിൽക്കുന്ന ഇപ്പിൽ വലിയ കടബാധ്യതയൊക്കെ കയറും, ഉണ്ടാക്കി പണമെല്ലാം കൂടെ വല്ലവനും അടിച്ചുകൊണ്ട് പോകും, എവിടെയും കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അത് മുഴുവൻ തീർന്നു കിട്ടും, എല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് കാണാൻ പറ്റും. എന്തിനാണ്? എങ്കിലേ നീ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുള്ളൂ. ഐ വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു ദെയർഫോർ യു വിൽ കം ബാക്ക് ടു മീ. എങ്കിൽ മാത്രമേ നീ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ നീ എൻ്റെ അടുത്ത് തിരിച്ചു വരും. അപ്പം ടു ബ്രിങ് യു ബാക്ക് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയാണ്. നിന്നെ ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്ന വലിയ പ്രവർത്തനമാണത്. ചിലപ്പോൾ ആരോഗ്യം ദൈവം തന്നതാണ്, അങ്ങ് തിരിച്ചെടുക്കും. പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മക്കളെയൊക്കെ ദൈവം ഒരുപാട് നന്മ തന്നതാണ്, അപ്പം അതിൽ തിരിച്ചെടുക്കുമ്പോൾ മുഴുവൻ പ്രശ്നമാണ്. അത് പറഞ്ഞാണ്, ഐ വിൽ ടേക്ക് എവറിത്തിങ് ഫ്രം യു ദെയർഫോർ നിന്നിലുള്ളത് നീ തിരിച്ചു വരും. എന്നേക്ക് തിരിച്ചു വരാൻ, എന്നോട് തിരിച്ചു വരാൻ വേണ്ടി, എൻ്റെ അടുത്തേക്ക് നീ വരാൻ വേണ്ടി, എന്നേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യും. പ്രിയപ്പെട്ട മക്കളെ, അതാണ് നമുക്കൊക്കെ ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളും കാണുന്നത്. അപ്പോൾ ഈ വചനം വീണ്ടും വായിക്കുക, അവരുടെ പീഡനത്തിൻ്റെ പുക എന്നും ഉയർന്നുകൊണ്ടിരിക്കും. വെളിപാട് 14:11-12 മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൽ ഒരാശ്വാസം ഉണ്ടായിരിക്കില്ല. ഈ വന്യമൃഗങ്ങളോട് ഈ ഏറ്റുമുട്ടിയതിൽ എനിക്ക് എന്ത് ലഭിച്ചു എന്ന് പൗലോസ് പറയുന്ന 1 കൊറിന്തോസ് 15:32 മുതലുള്ള വചനം വായിക്കും. അവിടെ കാണാൻ പറ്റും. എഫേസസിൽ വെച്ച് വന്യമൃഗങ്ങൾ അവിടെ പറയുന്നുണ്ട്, പുനരുത്ഥാനത്തെ നിഷേധിക്കുന്ന, യേശുമിശിഹായെ നിഷേധിക്കുന്ന, അതാണ് ഈ മൃഗങ്ങളെന്ന് പറയുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പഠിപ്പിക്കാത്ത ദൈവരാജ്യത്തെക്കുറിച്ച് വെറും ഭൗതിക ലോകം, മെറ്റീരിയലിസം, ഭൗതികത, ഇതാണല്ല. അതിനുവേണ്ടി ഇതിനുവേണ്ടി ഓടുന്നത് എന്തിനാണ് മക്കളെ? എന്ത് നേടാനാണ്? ഈ ഭൗതികതയിൽ എന്തുണ്ട്? ഒന്നുമില്ല. അത് തിരിച്ചറിയാൻ വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ വീട്ടിൽ മാതാപിതാക്കൾക്ക് ജ്ഞാനമുണ്ടാകട്ടെ. ജ്ഞാനമുള്ളവർക്ക് മാത്രം ഈ നാളുകളിൽ വിശുദ്ധ ജീവിതം പാലിക്കാൻ പറ്റുള്ളൂ. ജ്ഞാനം കിട്ടുന്നവർ, ദൈവശബ്ദം കിട്ടുന്നവർ, അവർക്ക് മാത്രമേ വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസങ്ങൾ. ഈ സമയമുണ്ടല്ലോ, ഈ ലോകത്തിൽ മൃഗങ്ങളെ ആരാധിക്കാൻ, പ്രതിമയെ ആരാധിക്കാൻ, അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കാൻ ഒക്കെ ശക്തമായ പ്രബോധനം എന്തും ചേർന്നു. കുഴപ്പമൊന്നുമില്ല, ഒന്നും പേടിക്കേണ്ട. ചില പറയും ഒരു കുഴപ്പമില്ല, നിങ്ങൾ എവിടെ എന്ത് ചെയ്യാൻ പഠിക്കും, നിങ്ങളൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് അതിനെ പറ്റി കുറേ വചനം കൂടി എടുത്ത് വെച്ചേക്കും. ഇവിടെ ബൈബിള് യോഹന്നാൻ ശ്ലീഹ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട അപ്പസ്തോലനായ യോഹന്നാൻ ശ്ലീഹ, പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക്, പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലിന് കൊടുക്കുന്ന ദൈവവചനം, ആ വചനത്തെ നമ്മൾ മായ്ക്കരുത്. അതാണ് കറക്റ്റ്. അത് ഒട്ടും മാറാണ്ട്
ഒറ്റ കാര്യമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. ദൈവമേ, അങ്ങയുടെ വചനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാനുള്ളൊരു ജ്ഞാനവും കൃപ എനിക്ക് തരണം. കർത്താവേ, അങ്ങയുടെ വചനങ്ങളെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ, ആത്മരക്ഷയ്ക്ക് വേണ്ടി ജീവിക്കാൻ, അത് മാത്രം ലക്ഷ്യമാക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൃഗത്തെ അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമമുദ്ര സ്വീകരിക്കുന്നവർക്കും രാപകൾ ഒരാശ്വാസം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തിയും യേശുവിലുള്ള വിശ്വാസവും വേണ്ടത്. അനന്തരം സ്വർഗത്തിൽ നിന്ന് പറയുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, എഴുതുക, ഇപ്പോൾ മുതൽ കർത്താവിൽ ഹൃദയടയുന്നവർ അനുഗ്രഹീതരാണ്. അതെ, തീർച്ചയായും അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥരാകും. അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു എന്ന് ആത്മാവ് അരുളിച്ചെയ്യുന്നു. അവരുടെ പ്രവർത്തികൾ അവരെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, സമയം കുറേ ഉള്ളൂ. നമുക്ക് ഒത്തിരി സമയമുണ്ടെന്ന് കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാനസാന്തരപ്പെടാനും യേശുവിലേക്ക് തിരിച്ചു വരാനുള്ള ചെറിയ കാലഘട്ടമേ ഉള്ളൂ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് വരാനും നമ്മൾ തയ്യാറാകണം. നമ്മുടെ ബന്ധനങ്ങൾ കഴിഞ്ഞു പോകട്ടെ, പാപവൈശാചിക പീഡയൊക്കെ വിട്ടുപോകട്ടെ, വിശ്വാസത്തിൻ്റെ ജീവൻ നയിക്കുക, വിശുദ്ധ ജീവൻ നയിക്കുക. മാലിന്യങ്ങൾ പാപത്തിൻ്റെ വഴിയെ പോകരുത്. 10 പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. ഈ സമയം ദൈവകൽപ്പനകളെ മുറുകെ പിടിക്കണം. ഈശോയെ മുറുകെ പിടിക്കണം. ഈശോ അത്യാഘാതമായ ബന്ധം വേണം. കൂദാശ ജീവൻ നയിക്കുന്നത് ഒരു തട്ടിപ്പാകരുത്. ചിലരുണ്ട്, കൂദാശ ജീവൻ നയിച്ചാൽ മതി, വേറെ എന്ത് കാണിച്ചാൽ ഏത് അറുംകൊല ചെയ്താലും കുഴപ്പമില്ലെന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട്. അത് അപകടകാരികളാണ്. അത് തെറ്റാണ്. കൂദാശ ജീവിതം നയിച്ചാൽ മാത്രം പോരാ, കൂദാശ ജീവിതത്തോടും വചനാധിഷ്ഠിത ജീവിതം കൂടെ നയിക്കണം. അല്ലാതെ വചനാധിഷ്ഠിത ഇല്ലാതെ കൂദാശ കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. ഏത് അറുംകൊലയും നടത്തും, ഏത് തിന്മയും നടത്തും, എന്ത് ചെയ്താൽ മതി എന്ന് പറയും. പോരാ. അതോടൊപ്പം ദൈവവചനത്തിൽ അവിടെ ഈശോ പറയുന്നുണ്ടല്ലോ, അതാണ് മത്തായിയുടെ സുവിശേഷം 7:21-22, കർത്താവേ കർത്താവേ എന്നെ വിളിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. ദൈവവചനം അനുസരിച്ച് ജീവിക്കണം. ദൈവവചനത്തിൽ നിന്ന് മാറരുത്. യോഹന്നാൻ 6:61, ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. അത് പറയാം, വിശ്വസിക്കാത്തവരായി ചിലരുണ്ട്, നിങ്ങൾ ചിലരുണ്ട്. ഈശോ പറഞ്ഞ വചനം വിശ്വസിക്കാത്തവർ, അവരാരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാൻ ആരെന്നും ഒറ്റിക്കൊടുക്കാനിരിക്കുന്ന ആരെന്നും അവൻ അറിഞ്ഞിരുന്നു. ആരാൻ ഒറ്റിക്കൊടുക്കുന്നവൻ, ഈ വചനത്തെ വിശ്വസിക്കാത്തവൻ, കൂടെ നിന്നിട്ട് വിശ്വസിക്കാത്തവൻ, കൂടെ നിന്നിട്ട് വചനത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ വചനമെടുത്ത് പ്രസംഗിക്കുകയും വചനമെടുത്ത് ഉപയോഗിക്കുകയും ചെയ്തിട്ട് അത് വിശ്വസിക്കാത്തവനാണ് ഒറ്റുകാരൻ. സുവിശേഷം പഠിപ്പിക്കുമ്പോൾ സുവിശേഷം പഠിപ്പിക്കും, അല്പം വേറെ വിഷയം പഠിപ്പിക്കുമ്പോൾ സുവിശേഷത്തെ എതിര് പറയും. ആളുകളുടെ കൈയടിക്ക് വേണ്ടി ജീവിക്കരുത്. ആളുകളുടെ കൈയടിക്ക് വേണ്ടി ജീവിക്കരുത്. ഗലാത്യ ലേഖനം 1:10 പൗലോസ് പറയുന്നുണ്ട്, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്? മനുഷ്യൻ്റെ പ്രീതിയോ? ഞാനിപ്പോൾ ആരുടെ പ്രീതി അന്വേഷിക്കും? മനുഷ്യൻ്റെ പ്രീതിയോ ദൈവത്തിൻ്റെ പ്രീതിയോ? ഇപ്പോൾ ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാനാണ് പരിശ്രമിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകില്ലായിരുന്നു. ദൈവത്തിന് ദാസനാകണം. അല്ല വേറെ മറ്റുള്ളവർ ലോകത്തിന് ദാസന്മാരായിട്ടോ ദാസിയായിട്ടോ മാറരുത്. നീ സുവിശേഷം പ്രഘോഷിക്കണം ജീവിതം കൊണ്ട്. വെളിപാടിൻ്റെ 14 ബാക്കിയും വായിക്കുകയാണ്. 16-14 മുതൽ. പിന്നെ ഞാൻ കണ്ടു, ഇതാ ഒരു വെൺമേഘം, മേഘത്തിന്മേൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ, അവൻ്റെ ശിരസിൽ സ്വർണ്ണക്കിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമുണ്ട്. ദേവാലയത്തിൽ നിന്ന് മറ്റൊരു ദൂതൻ വിളിച്ചു പറഞ്ഞു, പുറത്തു വന്ന് മേഘത്തു നിന്നിരിക്കുന്നവനോട് ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, അരിവാളെടുത്ത് കൊയ്യുക, കൊയ്ത്തിന് കാലമായി, ഭൂമിയിലെ വിളവ് പാകമായി കഴിഞ്ഞു. അപ്പോൾ മേഘത്തിലിരിക്കുന്നവൻ തൻ്റെ അരിവാൾ ഭൂമിയിലേക്ക് എറിയുകയും ഭൂമി കൊയ്യപ്പെടുകയും ചെയ്തു. അതായത് ദൈവം ചില സഹനങ്ങളിലൂടെ ലോകത്തെ കൊണ്ടുപോകും. ഒരു കൊയ്ത്തുണ്ടാകും. ദൈവത്തിൻ്റെ സമയം അതുകൊണ്ട് ഈ സമയത്ത് നിത്യജീവിതത്തെ മുറുകെ പിടിക്കുക. ഒരു കാരണവശാൽ ലോകത്തിൻ്റെ തിന്മയോട് അടുക്കരുത്. ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. വീണ്ടും അച്ഛൻ പറയാ, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നിനക്ക് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് പ്രയോജനം? എല്ലാം നേടി, പക്ഷെ ഈശോയെ മാത്രം നേടിയില്ല. ഈശോ എല്ലാം നേടി, പക്ഷേ ഈശോയെ മാത്രം സ്വന്തമാക്കിയില്ല. അതാണ് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തവത. ഇതെല്ലാം ഉണ്ട്, പക്ഷേ ഈശോയുടെ അടുത്ത് കൊണ്ടുവരാൻ ഒന്നും തന്നെ നമുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് വേണ്ടി യത്നിക്കാം. നിത്യജീവിതത്തെ നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് തയ്യാറാകാം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 17-ാം അധ്യായത്തിൽ 20 മുതൽ വചനമുണ്ട്. ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് പരിസയർ ചോദിച്ചതിന് അവൻ മറുപടി പറഞ്ഞ, പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടി അല്ല ദൈവരാജ്യം വരുന്നത്. ഇതാ ഇവിടെ, അതാ അവിടെ എന്ന് ആരും പറയുകയുമില്ല. എന്നാൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്.
അവൻ ശിഷ്യരോട് പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളൊന്ന് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരും, എന്നാൽ നിങ്ങൾ കാണുകയില്ല. ഇതാ ഇവിടെ എന്ന് അവർ നിങ്ങളോട് പറയും. നിങ്ങൾ പോകരുത്, അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത്. ആകാശത്തിലെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പ്രകാശിക്കുന്നത് പോലെ ആയിരിക്കും തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും. എന്നാൽ ആദ്യമേ അവൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും ഈ തലമുറയാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. കൊണ്ട് മനുഷ്യപുത്രൻ ഉപേക്ഷിക്കപ്പെടുന്നു. കൊണ്ട് ഈശോ ഉപേക്ഷിക്കുകയാണ്. കാരണം സത്യത്തെ എപ്പോഴും മനുഷ്യൻ ഉപേക്ഷിക്കും. സത്യമാകൊണ്ട് ലോകവുമായിട്ടുള്ള കോംപ്രമൈസ് ചെയ്യുകയാണ്. നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലം നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോകത്തിൻ്റെ നാളുകളിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ലോത്ത് സൊദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തു നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിലായിരിക്കുന്നവൻ വീട്ടിലകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ വയലിലായിരിക്കുന്നവനും പിന്നിലുള്ളവരിലേക്ക് തിരിയരുത്. ഈ സമയത്ത് പുറകോട്ട് നോക്കരുതെന്നാണ് പറയുന്നത്. അതായത് പുറകോട്ടുകൾ വേറെ ചിന്ത കയറി വരിക. പോണോ വേണ്ട, ലോകത്തിലേക്ക് നോക്കുക. ദൈവം പറയുന്ന ആ രാജ്യത്തിലേക്ക്, നിത്യജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവനെ നഷ്ടപ്പെടുത്തും. എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ലൂക്ക 17:33 ഈ വചനം നമ്മളെല്ലാവരും സംഭവിക്കട്ടെ. ആത്മരക്ഷയുടെ ജീവിതങ്ങളായിട്ട് മാറട്ടെ.